കോവയ്ക്കയില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. പല രീതികളിൽ കോവയ്ക്ക മലയാളികളുടെ തീന്മേശയിലെത്താറുണ്ട്. കോവയ്ക്ക തോരൻ, മെഴുക്ക് പുരട്ടി, പച്ചടി, അച്ചാർ തുടങ്ങി വ്യത്യസ്തമായ പല വിഭവങ്ങളും കോവയ്ക്ക ഉപയോഗിച്ച് തയ്യാറാക്കാം. ഈ കോവയ്ക്ക കഴിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത്. പലർക്കും ഇത് അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. അടുക്കളയിലെ പല പച്ചക്കറികളും നിരവധി രോഗങ്ങൾക്കുള്ള മരുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രമേഹം നിയന്ത്രിക്കാൻ ഏറെ നല്ലതാണ് കോവയ്ക്ക. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിന് പകരമായി കോവയ്ക്കയുടെ ഇലയിൽ നിന്നുള്ള നീര്, വേരിന്റെ സത്ത് എന്നിവയെല്ലാം ഉപയോഗിക്കാം. ദൈനംദിനത്തിൽ കോവയ്ക്ക ഉൾപ്പെടുത്തുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും. മാത്രമല്ല, രാവിലെ വെറും വയറ്റിൽ കോവയ്ക്ക കഴിക്കുന്നതും പ്രമേഹം കുറയ്ക്കാൻ നല്ലതാണ്. ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, മഞ്ഞപ്പിത്തം എന്നിവയ്ക്കുള്ള എല്ലാമുള്ള പരിഹാരമാണ് കോവയ്ക്ക. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ഉദര രോഗങ്ങൾക്കുമുള്ള ഉത്തമ പരിഹാരമാണ് കോവയ്ക്ക എന്ന് തന്നെ പറയാം. ദഹനം സുഗമമാക്കാനും കോവയ്ക്ക ഏറെ നല്ലതാണെന്നാണ് പറയുന്നത്. കിഡ്നിയിലെ കല്ല് മൂത്രത്തിലൂടെ അലിഞ്ഞു പോകാൻ കോവയ്ക്ക നല്ലതാണ്. വീടുകളിൽ കോവയ്ക്ക നട്ടു വളർത്താനും വളരെ എളുപ്പമാണ്. ഈ പച്ചക്കറിയിൽ ധാരാളം ഫൈബർ, ധാതുക്കൾ, വൈറ്റമിനുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റ്, ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഇതിൽ ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാം ശരീരത്തിന് ഏറെ നല്ലതാണ്. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും ഏറെ നല്ലതാണ് കോവയ്ക്ക. ശരീരത്തിനെ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള കഴിവ് ധാരാളമായി കോവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളമായി പ്രോട്ടീൻ, വൈറ്റമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. വേവിച്ച് മാത്രമല്ല, പച്ചയ്ക്കും കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. കോവയ്ക്കയുടെ ഇലയ്ക്കും ഔഷധ ഗുണങ്ങളുണ്ട്. കോവയ്ക്കയുടെ ഇല വേവിച്ച് ഉണക്കി പൊടിച്ച് 1 ടീസ്പൂൺ വീതം 3 നേരം ചൂടുവെള്ളത്തിൽ കലക്കി ദിവസവും കഴിക്കുകയാണെങ്കിൽ സോറിയാസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. കോവയില വയറിളക്കത്തിനും ഔഷധമായി ഉപയോഗിക്കാം.